ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോമാൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇറ്റലിയിലെ ടൈബർ നദിയുടെ തെക്ക് തീരത്താണ് റോമാ നഗരം നിലനിന്നിരുന്നത്. മാർസ് ദേവന്റെ ഇരട്ടപുത്രന്മാരായ റോമുലസ്, റീമസ് സഹോദരന്മാർ ചേർന്നാണ് റോമാ നഗരം സ്ഥാപിച്ചത്. റോമാ നഗരം സ്ഥാപിതമായ വർഷം BC 753-ലാണ്. 7 കുന്നുകളിലായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ റോമാ നഗരം സപ്തശൈല നഗരമെന്നും അറിയപ്പെടുന്നു. അപ്പം ഇറ്റലിയിലെ ഡൈബർ നദിയുടെ തെക്ക് തീരത്താണ് റോമാ നഗരം സ്ഥിതി ചെയ്തിരുന്നത്. മാർസ് ദേവന്റെ ഇരട്ടപുത്രന്മാരായ റോമുലസ്, റീമസ് ചേർന്നാണ് റോമാ നഗരം സ്ഥാപിച്ചത്. BC 753-ലാണ് റോമാ നഗരം സ്ഥാപിതമായത്. ഇത് 7 കുന്നുകളിലായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ സപ്തശൈല നഗരം എന്നും അറിയപ്പെടുന്നു. ലോക ചരിത്രത്തിലെ കാലവിഭജനത്തിന് റോമൻ സാമ്രാജ്യത്തെയാണ് മാനദണ്ഡമാക്കിയിട്ടുള്ളത്. മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന CE 476 വരെയുള്ള കാലഘട്ടത്തെയാണ് പുരാതന കാലമെന്ന് വിളിക്കുന്നത്. അതുമുതൽ, അതായത് CE 476 പുരാതന കാലം മുതൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ പതനം വരെ, അതായത് CE 1453 വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലഘട്ടമായി പരിഗണിക്കുന്നത്. ആധുനിക യുഗത്തിൻ്റെ ആരംഭം 1453 മുതലാണ്. 1453-ൻ്റെ പ്രത്യേകത എന്താണ്? തുർക്കികൾ കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചെടുത്തത് 1453-ലാണ്. ഈ 1453 മുതലാണ് ആധുനിക കാലത്തിൻ്റെ തുടക്കം. പുരാതന സാമ്രാജ്യത്തിൽ ഏറ്റവും വിസ്തൃതമായിരുന്നു റോമാ സാമ്രാജ്യം. സാമ്രാജ്യ വിസ്തൃതി ഭരണപരമായ അസൗകര്യങ്ങൾ സൃഷ്ടിച്ചപ്പോൾ CE 4-ാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ എന്ന റോമൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചു. അങ്ങനെ റോം കേന്ദ്രമായി പാശ്ചാത്യ റോമാ സാമ്രാജ്യവും കോൺസ്റ്റന്റിനോപ്പിൾ കേന്ദ്രമായി പൗരസ്ത്യ റോമാ സാമ്രാജ്യവും നിലവിൽ വന്നു. അപ്പോൾ പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിരുന്നു റോമാ സാമ്രാജ്യം. സാമ്രാജ്യ വിസ്തൃതി കാരണം ഭരണപരമായ അസൗകര്യങ്ങളുണ്ടായി. ഇത് CE 4-ാം നൂറ്റാണ്ടിൽ ഡിയോക്ലീഷ്യൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി റോമിനെ രണ്ടായിട്ട് വിഭജിച്ചു. റോം കേന്ദ്രമാക്കി പാശ്ചാത്യ റോമാ സാമ്രാജ്യവും കോൺസ്റ്റന്റിനോപ്പിൾ കേന്ദ്രമാക്കി പൗരസ്ത്യ റോമാ സാമ്രാജ്യവും നിലവിൽ വന്നു. മുൻപ് കോൺസ്റ്റന്റിനോപ്പിൾ ബൈസാന്റിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിനാൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെ ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നു. മധ്യധരണ്യാഴിക്കും കരിങ്കടലിനും ഇടയിലെ തന്ത്രപ്രധാനമായ ബോസ്ഫോറസ് കടലിടുക്കിലാണ് കോൺസ്റ്റന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റാന്റൈൻ്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. ഓട്ടോമൻ തുർക്കിയുടെ ഭരണകാലത്തും കോൺസ്റ്റന്റിനോപ്പിൾ തലസ്ഥാനമായിരുന്നു. കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രം കൂടിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇസ്താംബുൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര്. ബൈസാന്റിയത്തിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരുടെയും സംസ്കാരം സംഗമിക്കുന്ന കേന്ദ്രം കൂടിയായിരുന്നു ഇത്. എന്നാൽ പിൽക്കാലത്ത് ഈ ബൈസാന്റിയവും ഏഷ്യൻ മൈനറും റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായി. അപ്പോൾ ബൈസാന്റിയം സാമ്രാജ്യം എന്ന് പറയുന്നത് റോമാക്കാർ സ്ഥാപിച്ചതല്ല, ഗ്രീക്കുകാർ സ്ഥാപിച്ച നഗരമായിരുന്നു ബൈസാന്റിയം എന്ന് പറയുന്നത്. ബൈസാന്റിയത്തിൽ വെച്ച് ഗ്രീക്കുകാരുടെയും പേർഷ്യക്കാരുടെയും സംസ്കാരം സംഗമിക്കുന്ന കേന്ദ്രം കൂടിയായിരുന്നു ഇത്. എന്നാൽ പിൽക്കാലത്ത് ഈ ബൈസാന്റിയവും ഏഷ്യൻ മൈനറും റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലാവുകയാണ് ചെയ്തത്. റോമൻ റിപ്പബ്ലിക്കിലെ 2 പൊതുവിഭാഗങ്ങളാണ് പെട്രീഷ്യന്മാരും പ്ലബിയന്മാരും. റോമൻ റിപ്പബ്ലിക്കിലെ ഉന്നത സഭ പെട്രീഷ്യന്മാരെന്നും സാധാരണ സഭ പ്ലബിയന്മാരുമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ റോമിലെ അധികാരവർഗമാണ് പെട്രീഷ്യന്മാരെന്ന് അറിയപ്പെട്ടിരുന്നത്. പ്ലെബിയന്മാരാണെങ്കിലോ അടിമകളാണ്. അവർക്ക് പൗരാവകാശമില്ല. കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. റോമാ സാമ്രാജ്യത്തിൽ അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്നു. അപ്പോൾ റോമൻ റിപ്പബ്ലിക്കിലെ 2 പൊതുവിഭാഗങ്ങളാണ് പെട്രീഷ്യന്മാരും പ്ലബിയന്മാരും. പെട്രീഷ്യന്മാർ ഉന്നത സഭയും പ്ലബിയന്മാർ സാധാരണ സഭയുമാണ്. പെട്രീഷ്യന്മാർ അധികാരവർഗമാണ്. പ്ലബിയന്മാർ സാധാരണ അടിമകളും. അവർക്ക് പൗരാവകാശമില്ലായിരുന്നു. കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ
ജീവിതമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. BC 73 മുതൽ 71 വരെ അടിമ വിമോചന സമരം റോമിൽ നടന്നിരുന്നു. ഈ അടിമ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ റോമക്കാരനാണ് സ്പാർട്ടക്കസ്. സ്പാർട്ടക്കസ് ജനിച്ചത് ഉത്തര ഗ്രീസിലെ ത്രൈസിലാണ്. റോമിലെ സൈനികനായിരുന്നു ഇദ്ദേഹം റോമിലെ സൈനിക സേവനം അടുത്തു ഓടിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ റോമൻ പട്ടാളക്കാർ ഇയാളെ പിടിക്കുകയും അടിമയാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇദ്ദേഹം 7000-ഓളം വരുന്ന അടിമകളെ സംഘടിപ്പിച്ച് റോമൻ സൈന്യത്തെ നേരിടാൻ തീരുമാനിച്ചു. പിന്തിരിഞ്ഞ റോമൻ സൈന്യത്തെ പിന്തുടർന്ന് സ്പാർട്ടക്കസ് ഉത്തര ഇറ്റലിയിൽ എത്തി. അപ്പോൾ BC 73 മുതൽ 71 വരെ അടിമ വിമോചന സമരം ഗ്രീസിൽ നടന്നിരുന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ഉത്തര ഗ്രീസിലെ ത്രൈസിൽ ജനിച്ച സ്പാർട്ടക്കസ് എന്ന റോമാക്കാരനാണ്. റോമിലെ സൈന്യാധിപനായിരുന്നു ഇദ്ദേഹം സൈനിക ജോലി മടുത്ത് ഓടിപ്പോയി. എന്നാൽ റോമൻ പട്ടാളക്കാർ ഇദ്ദേഹത്തെ പിടിച്ച് അടിമയാക്കി മാറ്റി. അങ്ങനെ ഇദ്ദേഹം 7000-ഓളം വരുന്ന അടിമകളെ സംഘടിപ്പിച്ച് റോമൻ സൈന്യത്തെ നേരിടാൻ തീരുമാനിച്ചു. ഇവരുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പിന്തിരിഞ്ഞോടിയ റോമൻ സൈന്യത്തെ പിന്തുടർന്ന് സ്പാർട്ടക്കസ് ഉത്തര ഇറ്റലിയിൽ എത്തുകയും ചെയ്തു. എന്നാൽ റോമൻ സൈന്യാധിപനായ മാർക്കസ് ലിസീനിയസ് കാസ്റ്ററിൻ്റെ പട ഈ കലാപത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. പെട്രീഷ്യന്മാരും പ്ലബിയന്മാരും നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. ലോക ചരിത്രത്തിലെ ആദ്യത്തെ വർഗസമരമായി കരുതപ്പെടുന്നത് പെട്രീഷ്യന്മാരും പ്ലബിയന്മാരും തമ്മിൽ നടന്ന വർഗസമരമാണ്. ഇത് സ്ട്രഗിൾ ഓഫ് ദി ഓർഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സ്ട്രഗിൾ ഓഫ് ദി ഓർഡേഴ്സ് അപ്പോൾ എവിടെയാണ് നടന്നത്? റോമിലാണ് നടന്നത്. ആരൊക്കെ തമ്മിലാണ്? പെട്രീഷ്യന്മാരും പ്ലബിയന്മാരും തമ്മിൽ നടന്ന വർഗസമരമാണ് സ്ട്രഗിൾ ഓഫ് ദി ഓർഡേഴ്സ്. BC 500 അടുത്ത് നടന്ന ആഭ്യന്തര കലഹമായിരുന്നു ഇത്. അങ്ങനെ പെട്രീഷ്യന്മാരും പ്ലബിയന്മാരും തമ്മിലുള്ള നിരന്തരമായ യുദ്ധം റോമിലൊരു നിയമത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. അങ്ങനെയാണ് റോമിലൊരു നിയമസംഹിത രൂപപ്പെടാൻ കാരണമായത്. നിയമ സംവിധാനത്തിലെ അപാകതകൾക്കെതിരെ പ്ലബിയന്മാർ നടത്തിയ പ്രക്ഷോഭം 12 ഫലകങ്ങൾ എന്ന പേരിൽ നിയമസംഹിതയായി റോമക്കാരുടെ ഏറ്റവും മഹത്തായ 443 സംഹിതം ചെയ്യപ്പെട്ട 12 ഫലകങ്ങളായിരുന്നു റോമാക്കാരുടെ ആദ്യ നിയമാവലി. BC 367 പ്രസിദ്ധപ്പെടുത്തിയ ലിസീനിയൻ നിയമങ്ങൾ വഴി ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി വിഭജിക്കുന്നതിൽ പ്ലബിയന്മാർക്കും പങ്ക് നൽകപ്പെട്ടു. BC 287 ലക്സ് ഹോർട്ടൻസ എന്ന നിയമത്തിലൂടെ പ്ലബിയൻ സഭയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ പെട്രീഷ്യന്മാർക്കും കൂടി ബാധകമാകുന്ന വ്യവസ്ഥ ചെയ്തു. അപ്പോൾ പ്ലബിയന്മാരെന്ന് പറയുന്നത് റോമിലെ അടിമവർഗമാണ്. അവരുടെ ജീവിതം ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞതായിരുന്നു. അതിനാൽ അവർക്കെതിരെയുള്ള ഈ വിവേചനങ്ങൾക്കെതിരെ അവർ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് 12 ഫലകങ്ങൾ എന്ന പേരിൽ നിയമസംഹിതയായി പ്രസിദ്ധീകരിച്ചത്. BC 443 ലിഖിതം ചെയ്യപ്പെട്ട 12 ഫലകങ്ങളായിരുന്നു റോമാക്കാരുടെ ആദ്യ നിയമാവലിയെന്ന് പറയപ്പെടുന്നത്. BC 367 പ്രസിദ്ധപ്പെടുത്തിയ ലിസീനിയൻ നിയമങ്ങൾ വഴി ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി വിഭജിക്കുമ്പോൾ അതിൽ പ്ലബിയന്മാർക്കും പങ്ക് നൽകപ്പെട്ടു. കൂടാതെ BC 287 ഈ ഡേറ്റ് ശ്രദ്ധിച്ചോണം. BC 287 എന്നാണ്, അതിലെ ഡേറ്റ് തെറ്റാണ്. ലെക്സ് ഹോർട്ടൻസ എന്ന നിയമത്തിലൂടെ പ്ലബിയൻ സഭയിൽ നിർമ്മിക്കുന്ന നിയമങ്ങൾ പെട്രീഷ്യന്മാർക്കും കൂടി ബാധകമാകാൻ വ്യവസ്ഥ ചെയ്തു. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ. റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു നിയമസംഹിത ഉണ്ടാക്കിയതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന നേട്ടം. ഇത് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നറിയപ്പെട്ടു. യുക്തി, നീതി, ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജസ്റ്റീനിയൻ്റെ നിയമസംഹിത. എല്ലാ രാജ്യങ്ങളും നിയമമുണ്ടാക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഒരു ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ. റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചു ഒരു നിയമസംഹിത ഉണ്ടാക്കിയതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന നേട്ടം. ഇദ്ദേഹത്തിൻ്റെ നിയമസംഹിത അറിയപ്പെടുന്നത്
കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. യുക്തി, നീതി, ഔദാര്യം എന്നീ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇദ്ദേഹം ഈ നിയമസംഹിത നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കൂടാതെ പല രാജ്യങ്ങളും നിയമമുണ്ടാക്കാൻ ഇദ്ദേഹത്തിൻ്റെ നിയമസംഹിതയെ ഉപയോഗപ്പെടുത്തുകയും ഉണ്ടായി. ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയൻ്റെ നിയമസംഹിതയ്ക്കും അടിത്തറയായത് ജസ്റ്റീനിയൻ്റെ നിയമങ്ങളാണ്. ജസ്റ്റീനിയൻ്റെ നിയമസംഹിതയായ കോർപ്പസ് ജൂറിസ് സിവിൽസിന് 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിങ്ങനെ 3ആയിട്ടാണ് തരംതിരിച്ചിരുന്നത്. ഇനി അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കോഡ്. കോഡ് എന്ന് പറയുന്നത് റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമായിരുന്നു. ഡൈജസ്റ്റ് എന്ന് പറയുന്നത് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പുസ്തകമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. കോർപ്പസ് ജൂറിസ് സിവിൽസിന് 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. കോഡ് എന്ന് പറയുന്നത് റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമായിരുന്നു. ഡൈജസ്റ്റ് എന്ന് പറയുന്നത് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകമായിരുന്നു. അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തോട്ട് പോകാം. അപ്പോൾ നിയമങ്ങളും നിയമസംഹിതയും റോമിൽ നിലവിൽ വന്നതോടെ റോമ ഒരു ജനകീയ റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെട്ടു. റോമ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അധികാരം സെനറ്റിനായിരുന്നു. സെനറ്റിലെ അംഗത്വം ആയുഷ്കാലം മുഴുവനായിരുന്നു. BC 510 മുതൽ റോമിൽ റിപ്പബ്ലിക്കൻ ഭരണം ആരംഭിച്ചു. BC 350 മുതൽ 265 വരെ റോമാക്കാർ നിരന്തരമായി യുദ്ധം ചെയ്ത് സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ റോമിൽ നിയമം നിലവിൽ വന്നപ്പോൾ റോം ഒരു ജനകീയ റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെട്ടു. റോമ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അധികാരം ആർക്കായിരുന്നു? സെനറ്റിനായിരുന്നു. സെനറ്റിലെ അംഗത്വം ആയുഷ്കാലം മുഴുവനായിരുന്നു. അപ്പം BC 510 റോമിൽ റിപ്പബ്ലിക്കൻ ഭരണം ആരംഭിച്ചു. ദക്ഷിണ ഇറ്റലിയിലെ നഗരരാഷ്ട്രങ്ങളെ പരാജയപ്പെടുത്തിയതോടെ ഇറ്റലി മുഴുവൻ റോമിൻ്റെ ആധിപത്യത്തിന് കീഴിലായി. BC 270 ടാറൻറ്റം നഗരവും മറ്റ് ഗ്രീക്ക് പട്ടണങ്ങളും റോമിന് കീഴടങ്ങിയതോടുകൂടി റോമ റിപ്പബ്ലിക് ഒരു മെഡിറ്ററേനിയൻ രാജ്യമായി മാറി. അപ്പോൾ എങ്ങനെയാണ് റോമ മെഡിറ്ററേനിയൻ രാജ്യമായി മാറിയത്? BC 350 മുതൽ 265 വരെ റോമാക്കാർ നിരന്തരമായി യുദ്ധം ചെയ്ത് സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ദക്ഷിണ ഇറ്റലിയിലെ നഗരരാഷ്ട്രങ്ങളെ പരാജയപ്പെടുത്തിയതോടുകൂടി ഇറ്റലി മുഴുവൻ റോമിൻ്റെ ആധിപത്യത്തിന് കീഴിലായി. BC 270 ടാറൻറ്റം നഗരവും മറ്റ് ഗ്രീക്ക് പട്ടണങ്ങളും റോമിന് കീഴടങ്ങി. ഇതോടുകൂടി റോമ റിപ്പബ്ലിക് ഒരു മെഡിറ്ററേനിയൻ രാജ്യമായി മാറുകയായിരുന്നു. ജസ്റ്റീനിയൻ്റെ മരണശേഷം സാമ്രാജ്യം ശിഥിലമാകാൻ തുടങ്ങി. 15-ാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം തകർന്നു. റോം കേന്ദ്രമായിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായിരുന്ന ഈ ആക്രമണകാരികൾ കൈയടക്കി. അവരിലൊരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു കരോലിൻജിയൻ വംശജനായ ഷാലമീൻ. അപ്പോൾ പശ്ചിമ റോമ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തരമായ ആക്രമണത്തിൽ തകർന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായിരുന്ന ഈ ആക്രമണകാരികൾ കൈയടക്കി. അവരിലൊരു വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു കരോലിൻജിയൻ വംശജനായ ഷാലമീൻ. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെക്കാൾ വിസ്തൃതമായിരുന്നു ഷാലമീൻ്റെ സാമ്രാജ്യം. കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലംബാർഡുകൾ എന്ന ആക്രമണകാരികളിൽ നിന്നും ഷാലമീൻ രക്ഷിച്ചു. ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി. തുടർന്ന് ഈ സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യമെന്ന് അറിയപ്പെട്ടു. രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു.
അപ്പോൾ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെക്കാൾ വിസ്തൃതമായിരുന്നു ഷാലമിൻ്റെ സാമ്രാജ്യം. കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലംബാർഡുകൾ എന്ന ആക്രമണകാരികളിൽ നിന്നും രക്ഷിച്ചതിനാൽ ഷാലമിനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണ നടത്തി. ഇതേ തുടർന്ന് ഈ സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യമെന്ന് അറിയപ്പെട്ടു തുടങ്ങി. ഷാലമീൻ സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്നു. പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ മിസ്സേ ഡോമിനിസി എന്ന രഹസ്യവിഭാഗത്തെ നിയമിച്ചു. കൂടാതെ സാധുജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. ഷാലമിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങി. തുടർന്നുണ്ടായ വൈജ്ഞാനിക പുനരുത്ഥാനത്തെ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നു. കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നാണ്. ഷാലമിൻ്റെ മരണത്തോടെ സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും കാലക്രമേണ അത് ശിഥിലമാവുകയും ചെയ്തു. അപ്പോൾ സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്നത് ഷാലമീനാണ്. പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ മിസ്സേ ഡോമിനിസി എന്ന രഹസ്യവിഭാഗത്തെ നിയമിച്ചു. സാധുജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ചു. ഈ വൈജ്ഞാനിക പുനരുത്ഥാനത്തെയാണ് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഷാലമിൻ്റെ മരണത്തെ തുടർന്ന് ഫ്രാങ്കിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും കാലക്രമേണ അത് ശിഥിലമാവുകയും ചെയ്തു. അപ്പോൾ വിശുദ്ധ റോമാ സാമ്രാജ്യം ഏതാണ്? ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിനെയാണ് വിശുദ്ധ റോമാ സാമ്രാജ്യമെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ റോമിലെ നിയമസംഹിതയെക്കുറിച്ച് പഠിച്ചു. റോമിലെ നിയമത്തെ പ്രധാനമായും 3ആയിട്ട് തരംതിരിച്ചിരുന്നത്. അതിലൊന്ന് റോമൻ പൗരന്മാർക്ക് മാത്രം ബാധകമായ സിവിൽ നിയമം. 2 റോമിലെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമായ ജനകീയ നിയമം. 3 തത്വശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടതും കോടതിയുമായി ബന്ധമില്ലാത്തതുമായ സ്വാഭാവിക നിയമം. അപ്പോൾ റോമിലെ നിയമത്തെ പ്രധാനമായും 3ആയിട്ടാണ് തരംതിരിച്ചിരുന്നത്. 1 റോമൻ പൗരന്മാർക്ക് മാത്രം ബാധകമായ സിവിൽ നിയമം. 2 മുഴുവൻ ജനങ്ങൾക്കും ബാധകമായ ജനകീയ നിയമം. 3 തത്വശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടതും കോടതിയുമായി ബന്ധമില്ലാത്തതുമായ സ്വാഭാവിക നിയമങ്ങളും. റോമാക്കാരുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു സൈനിക പ്രവർത്തനത്തിനും യുദ്ധത്തിനും വളരെയധികം പ്രാധാന്യം നൽകി എന്നുള്ളത്. അങ്ങനത്തെ പ്രധാനപ്പെട്ടൊരു യുദ്ധമാണ് പ്യൂണിക് യുദ്ധം. റോമാ സാമ്രാജ്യം ആഫ്രിക്കയിലെ കാർത്തേജ് എന്ന ഫിനീഷ്യൻ കോളനിയുമായി BC 264 BC 146 ഇടയിലുള്ള കാലഘട്ടത്തിൽ നടത്തിയ യുദ്ധമാണ് പ്യൂണിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. റോമാക്കാർ സൈനിക പ്രവർത്തനത്തിനും യുദ്ധത്തിനും വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് പ്യൂണിക് യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. റോമാ സാമ്രാജ്യം ആഫ്രിക്കയിലെ കാർത്തേജ് എന്ന ഫിനീഷ്യൻ കോളനിയുമായി BC 264 BC 146 ഇടയിലുള്ള കാലഘട്ടത്തിൽ നടത്തിയ യുദ്ധമാണ് പ്യൂണിക് യുദ്ധം. മെഡിറ്ററേനിയൻ പ്രദേശത്ത് അധികാരം സ്ഥാപിക്കാനായിരുന്നു ഈ യുദ്ധം നടന്നത്. അപ്പം പ്യൂണിക് യുദ്ധം എന്തിനുള്ളതായിരുന്നു? മെഡിറ്ററേനിയൻ പ്രദേശത്ത് അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടന്ന യുദ്ധമാണ്. പ്യൂണിക് എന്ന വാക്ക് ലാറ്റിൻ പദത്തിൽ നിന്നും വന്നതാണ്. ഇതിൻ്റെ അർത്ഥം കാർത്തേജ് എന്നാണ്. ഫിനീഷ്യൻ പൂർവികരെ പ്രതിപാദിച്ചിരുന്നത് കാർത്തേജുകൾ എന്നാണ്. അതുകൊണ്ട് ഈ യുദ്ധങ്ങളെ പ്യൂണിക് യുദ്ധങ്ങൾ എന്നറിയപ്പെട്ടു. ഹാമിലിയൻ ബാർക്കസ് എന്ന കാർത്തേജ് ജനറലിൻ്റെ നേതൃത്വത്തിൽ BC 264 മുതൽ 20ലേറെ വർഷം നീണ്ട ഒന്നാം പ്യൂണിക് യുദ്ധത്തിൽ കാർത്തേജുകാർ പരാജയപ്പെട്ടു. അപ്പം ഒന്നാം പ്യൂണിക് യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? കാർത്തേജുകാരാണ്. BC 218 രണ്ടാം പ്യൂണിക് യുദ്ധം തുടങ്ങി. BC 218 രണ്ടാം പ്യൂണിക് യുദ്ധം തുടങ്ങിയത്. തുടക്കത്തിൽ ഹാനിബാലിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം 3 പ്രധാന വിജയങ്ങൾ നേടി. എന്നാൽ പിന്നീട് വിജയം റോമാക്കാർക്കായിരുന്നു. ഹാനിബാൽ സൈന്യത്തെ റോമിലേക്ക് എത്തിച്ച് യുദ്ധം ചെയ്തതുപോലെ റോമൻ ജനറൽ സ്കിപ്പിയോ ആഫ്രിക്കാനസ് ആഫ്രിക്കയിൽ സൈന്യത്തെ നയിച്ച് യുദ്ധം ചെയ്തു. ഹാനിബാലിൻ്റെ യുദ്ധതന്ത്രങ്ങൾ തിരിച്ചു പ്രയോഗിച്ചാണ് സ്കിപ്പിയോ വിജയിച്ചത്. BC 207 ഹാനിബാലിൻ്റെ സഹോദരൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ റോമാക്കാർ പരാജയപ്പെടുത്തി. BC 201 സ്കിപ്പിയോ എന്ന കേമനായ റോമൻ ജനറലിൻ്റെ കീഴിലുള്ള സൈന്യത്തോട് പൊരുതി ഹാനിബാലും പരാജയപ്പെട്ടു. BC
146 മുതൽ 3 വർഷം നീണ്ട മൂന്നാം പ്യൂണിക് യുദ്ധത്തോടെ റോമൻ സൈന്യം കാർത്തേജിനെ റോമിനോട് ചേർത്തു. മെഡിറ്ററേനിയൻ പ്രദേശത്തെ ആധിപത്യം റോമാക്കാർ നേടുകയും ചെയ്തു. പ്യൂണിക് യുദ്ധത്തിൽ റോമിനെ നയിച്ച നേതാക്കൾ സിപ്പിയോ, ഫേബിയോസ് എന്നിവരാണ്. റോമൻ ചരിത്രത്തിൽ ആഫ്രിക്കാനസ് എന്നറിയപ്പെടുന്നത് സിപ്പിയോ ആണ്. റോമാക്കാരും കാർത്തേജുമായാണ് പ്യൂണിക് യുദ്ധങ്ങൾ നടന്നത്. ഇരു സേനകളും 3 തവണ ഏറ്റുമുട്ടി. ഇപ്പോഴത്തെ ട്യൂണീഷ്യയിലാണ് കാർത്തേജ് നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് റോമാ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടെയുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതുവരെ പഠിപ്പിച്ച കാര്യം എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.